ഇന്ന് നമുക്ക് വ്യാകരണം പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ പീരിയോഡിക് ടെസ്റ്റ് 4ലേക്കുള്ള പോർഷൻസ് തീർന്നു. ലെസൺ 11, 12, 13 ഇത്രയും പാഠങ്ങളാണ് പീരിയോഡിക് ടെസ്റ്റ് 4 നിങ്ങൾ പഠിക്കാറുള്ളത്. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്ന വ്യാകരണവും കൂടി അതിൻ്റെ കൂടെ പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയയെക്കുറിച്ചാണ്. മലയാളത്തിൽ അർത്ഥമുള്ള പൂർണ്ണമായ അർത്ഥമുള്ള ഒരു സെൻറ്റൻസിൻ്റെ പദക്രമം എന്ന് പറയുന്നത് കർത്താവ്, കർമ്മം, ക്രിയ എന്ന രീതിയിലാണ്. പിന്നെ കർത്താവ് 3 കാര്യങ്ങളാണ് ഒരു സെൻറ്റൻസിൽ ഉള്ളത്. ഇതിൽ ക്രിയ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. ക്രിയ ഒരവസ്ഥയെയോ ഒരു പ്രവൃത്തിയെയോ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. എന്താണ് ക്രിയ? ഒരു അവസ്ഥയെയോ പ്രവൃത്തിയെയോ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. ഒന്നെങ്കിൽ ഒരവസ്ഥയായിരിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി, ആക്ഷൻ. അപ്പോൾ ഇതിനെ കുറിക്കുന്ന ശബ്ദത്തെയാണ് ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ കുറച്ചുകൂടെ വ്യക്തമാക്കാം. ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഒരു ഉദാഹരണമാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഇതൊരു സെന്റൻസ് ആണ് അല്ലേ? ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഇത് പൂർണ്ണമായ അർത്ഥമുള്ള ഒരു വാക്യമാണ്. ഒരു പൂർണ്ണമായ അർത്ഥമുണ്ടോ എന്ന് അറിയാനായിട്ട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായ അർത്ഥമുള്ള ഒരു സെന്റൻസ് ആണ്. ഇവിടെ ആരാണ് സൂര്യനെ ചുറ്റുന്നത്? ഭൂമി. ഭൂമി എന്തിനെയാണ് ചുറ്റുന്നത്? സൂര്യൻ. ഓക്കെ. അപ്പോ ആരെ അല്ലെങ്കിൽ എന്തിനെ ഇതിന് ഉത്തരം ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായ അർത്ഥമുള്ള ഒരു സെന്റൻസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് ക്രിയയാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരവസ്ഥയെയോ പ്രവൃത്തിയെയോ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. അപ്പൊ ഇതിനകത്ത് ആ ഒരു ക്രിയ ഏതാണെന്ന് കണ്ടുപിടിച്ച് ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഇതിൽ കർത്താവ് ആരാണ്? ഭൂമി അല്ലെ? ഭൂമിയാണ് കർത്താവ്. കർത്താവ് എന്താണ് ചെയ്യുന്നത്? ഭൂമി എന്ത് ചെയ്യുന്നു? ചുറ്റുന്നു. അപ്പോ ആ പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. അപ്പൊ ഇവിടെ ക്രിയ ഏതാണ്? ചുറ്റുന്നു എന്ന പദമാണ് ഈ സെന്റൻസിലെ ക്രിയ അല്ലെ? ഭൂമി, അതായത് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ആ ശബ്ദമാണ് ക്രിയ. അപ്പോ കർത്താവ് ഭൂമിയാണ്. ഭൂമി എന്ത് ചെയ്യുകയാണ്? അവിടെ ചുറ്റുന്നു. അപ്പൊ ചുറ്റുന്നു എന്ന പദമാണ് ക്രിയ. ഇനി ഇതിനകത്ത് കർമ്മം എന്താണ്? സൂര്യനെ അല്ലെ? ഭൂമി എന്തിനെയാണ് ചുറ്റുന്നത്? സൂര്യനെ. അപ്പൊ സൂര്യനെ എന്നുള്ള പദമാണ് കർമ്മം. നേരത്തെ പറഞ്ഞു ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയെയോ ഒരു പ്രവൃത്തിയെ കുറിക്കുന്നു. അപ്പൊ ഇവിടെ ചുറ്റുന്നു എന്ന ശബ്ദം ഒരു പ്രവൃത്തിയെ കുറിക്കുന്നു. ഇനി ഒരു അവസ്ഥയെ കുറിക്കുന്ന ഒരു പദത്തെ പരിചയപ്പെടാം. ഭൂമി ഉരുണ്ടതാകുന്നു. അടുത്ത സെന്റൻസ് ഭൂമി ഉരുണ്ടതാകുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ക്രിയാപദം കണ്ടെത്തുന്നതിന് പിന്നെ എന്താണ് പൂർണ്ണമായ അർത്ഥമുള്ള സെന്റൻസ് വേണമെന്നില്ല കേട്ടോ. ഇത് മിസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരു പൂർണ്ണമായ അർത്ഥമുള്ള സെന്റൻസിൽ എപ്പോഴും കർത്താവ്, കർമ്മം, ക്രിയ ഇത് 3 കാണും. അതായത് അത് മനസ്സിലാക്കാനായിട്ട്, അതായത് ഒരു സെന്റൻസ് പറയുമ്പോൾ സംശയം ബാക്കി ഉണ്ടാവാൻ പാടില്ല. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അത് പൂർണ്ണമായ ഒരു അർത്ഥമുള്ള സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ആദ്യം പഠിച്ച സെന്റൻസ് ഏതാണ്? ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഇവിടെ ഏതാണ് ക്രിയാപദം? ഏതാണ്? ചുറ്റുന്നു. അപ്പൊ ഇവിടെ ചുറ്റുന്നു എന്ന പദം ഒരു പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ പഠിച്ചതിൽ ഇനി അവസ്ഥയും കൂടിയുണ്ട്. അടുത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദം പരിചയപ്പെടുത്താം. ഭൂമി ഉരുണ്ടതാകുന്നു.
ഇവിടെ കർത്താവ് ഭൂമിയാണ്. ഉരുണ്ടതാകുന്നു. ഇവിടെ ഇതിനകത്ത് ഉരുണ്ടത് ആകുന്നു. ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ഭൂമി ഉരുണ്ടത് ആകുന്നു. അപ്പൊ ഭൂമി എങ്ങനെയുള്ളതാകുന്നു? ഉരുണ്ടതാകുന്നു. ഇവിടെ പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമല്ല, അവസ്ഥയെ കുറിക്കുന്ന ശബ്ദമാണ് ഉള്ളത്. ഏതാണത്? ആകുന്നു. ഭൂമി എങ്ങനെയുള്ളതാകുന്നു? ഉരുണ്ടതാകുന്നു. അപ്പൊ ഭൂമിയുടെ അവസ്ഥയെ കുറിക്കുന്ന ആ ശബ്ദമാണ് ഇവിടുത്തെ ക്രിയാപദം. അപ്പൊ ഇവിടുത്തെ ക്രിയ ഏതാണ്? ആകുന്നു അല്ലെ? ചേർത്ത് എഴുതിയിരിക്കുന്നതുകൊണ്ട് കാണുന്നില്ല. അപ്പൊ ആകുന്നു എന്നതാണ് ഇവിടുത്തെ ക്രിയാപദം. ഓക്കെ, ഇവിടുത്തെ കർമ്മം ഏതാണ്? ഉരുണ്ടത്. ഭൂമി ഉരുണ്ടതാകുന്നു. അപ്പൊ ഭൂമി എന്നുള്ളത് കർത്താവ്, ഉരുണ്ടത് എന്നുള്ളത് കർമ്മം, ആകുന്നു എന്നുള്ളത് ക്രിയ. അപ്പൊ മനസ്സിലായല്ലോ? ഇത് എന്തിന്റെ? പ്രവൃത്തിയെ കുറിക്കുന്ന ക്രിയാപദവും ആകുന്നു എന്നുള്ളത് അവസ്ഥയെ കുറിക്കുന്ന ക്രിയാപദവുമാണ്. ഇനി അടുത്തത് സകർമ്മകം, അകർമ്മകം. അതെന്താണെന്ന് നോക്കാം. അർത്ഥം പ്രമാണിച്ച് ക്രിയകളെ സകർമ്മകമെന്നും അകർമ്മകമെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? അർത്ഥം പ്രമാണിച്ച് ക്രിയകളെ സകർമ്മകം എന്നും അർത്ഥം പ്രമാണിച്ച് ക്രിയകളെ സകർമ്മകം, അകർമ്മകം എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞു സെന്റൻസിൽ പൂർണ്ണമായ അർത്ഥമുള്ള വാക്യങ്ങൾ കാണും, പൂർണ്ണമായ അർത്ഥമില്ലാത്ത വാക്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ക്രിയകളെ സകർമ്മകം എന്നും അകർമ്മകം എന്നും തിരിച്ചിരിക്കുന്നത്. ഈ പേരിൽ തന്നെയുണ്ട് കർമ്മമുള്ളത് സകർമ്മകം, കർമ്മമില്ലാത്തത് അകർമ്മകം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സകർമ്മകം എന്താണെന്ന് നോക്കാം. എന്താണ് സകർമ്മകം? അർത്ഥം പൂർത്തിയാക്കാൻ കർമ്മപദം ആവശ്യമായ ക്രിയയാണ് സകർമ്മകം. അപ്പം ഒരു സെന്റൻസിന് പൂർണ്ണമായ അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കർമ്മപദം ആവശ്യമായി വരും. കർമ്മമില്ലാത്തത് പൂർണ്ണമായ അർത്ഥമുള്ള സെന്റൻസ് ആവില്ല. അപ്പം അർത്ഥം പൂർത്തിയാക്കാൻ കർമ്മപദം ആവശ്യമായ ക്രിയയാണ് സകർമ്മകം എന്ന് പറയുന്നത്. നോക്കിയോളൂ, അർത്ഥം പൂർത്തിയാക്കാൻ കർമ്മപദം ആണ്. കർമ്മപദം ആവശ്യമായ ക്രിയയാണ് സകർമ്മകം. എന്നോട് പറഞ്ഞേ, അർത്ഥം പൂർത്തിയാക്കാൻ കർമ്മപദം ആവശ്യമായ ക്രിയയാണ് സകർമ്മകം. ഇനി ഉദാഹരണം നോക്കാം. ഉദാഹരണം, പൂച്ച എലിയെ പിടിച്ചു. ഓക്കെ, ഇവിടെ പൂച്ചയും ഉണ്ട് എലിയും ഉണ്ട്. അപ്പൊ ഇതിൽ കർത്താവ് ഏതാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലല്ലോ അല്ലെ? ഇവിടുത്തെ കർത്താവ് ആരാണ്? പൂച്ച അല്ലെ? കർമ്മം ആരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അയാളാണ് കർത്താവ്. അപ്പൊ ഇവിടെ പൂച്ച എലിയെ പിടിച്ചു. പിടിച്ചത് ആരാണ്? പൂച്ച. എന്തിനെയാ പിടിച്ചത്? എലിയെ അല്ലെ? അപ്പൊ ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? പൂച്ചയാണ്. എലിയാണോ പ്രവൃത്തി ചെയ്യുന്നത്? അല്ല, പൂച്ചയാണ് പ്രവൃത്തി ചെയ്തത്. അപ്പൊ ആ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അതാണ് കർത്താവ്. അപ്പൊ ഇത് കർത്താവ്. ഇനി ഇതിനകത്ത് ക്രിയ ഏതാണ്? പൂച്ച എലിയെ പിടിച്ചു എന്നുള്ളതിൽ ക്രിയ ഏതാണ്?
പിടിച്ചു. പിടിച്ചു എന്നുള്ളതാണ് ക്രിയ. ഇതൊരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്. ഇനി അതിന്റെ കർമ്മഫലം അനുഭവിച്ചത് ആരാണ്? അതായത് കർത്താവ് ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണ്? എലിയെ. അല്ലെ, കർത്താവാകുന്ന പൂച്ച ഒരു പ്രവൃത്തി ചെയ്തു, പിടിച്ചു. ആരെ പിടിച്ചു? എലിയെ പിടിച്ചു. അപ്പൊ ഇവിടുത്തെ കർമ്മം എന്താണ്? എലിയെ. അപ്പൊ ഈ കർമ്മപദം ഉണ്ടെങ്കിലേ ഈ പ്രവൃത്തിക്ക് ഒരു പൂർണ്ണത വരും. നേരത്തെ പറഞ്ഞ അർത്ഥം പൂർത്തിയാക്കാൻ കർമ്മപദം ആവശ്യമായ ക്രിയ അല്ലെ, ഈ ക്രിയയ്ക്ക് ഒരു കർമ്മപദം ആവശ്യമുണ്ട്. എലിയെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സെന്റൻസിന് പൂർണ്ണത വരും. അല്ലാതെ വെറുതെ പൂച്ച പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായ അർത്ഥമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും എന്തിനെ പിടിച്ചു എന്ന് ചോദിക്കും. അപ്പൊ അതിന് അർത്ഥപൂർണിമ വരത്തില്ല. അപ്പൊ ഇവിടെ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നതിന് ആവശ്യമായ കർമ്മപദം ഏതാണ്? എലിയെ. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് പൂർണ്ണമായ അർത്ഥം കിട്ടാനായിട്ട് ഒരു കർമ്മപദം ആവശ്യമാണ്. അങ്ങനെ ആ കർമ്മപദം ഉള്ള പ്രവൃത്തി, ഇപ്പൊ ഇവിടെ ഈ പ്രവൃത്തിക്ക്, ഈ ക്രിയയ്ക്ക് ഒരു കർമ്മപദമുണ്ട്. അങ്ങനെയുള്ള ആ ക്രിയയാണ് എന്ത് പറയുന്നത്? സകർമ്മകം. അതായത് കർമ്മമുള്ള ക്രിയ. ഇനി അടുത്തത്, ഈ കർമ്മപദം ഇല്ലാത്ത വാക്യങ്ങളുമുണ്ട്. അതാണ് അകർമ്മകം. അകർമ്മകം എന്ന് പറഞ്ഞാൽ കർമ്മം ഇല്ലാത്തത്. കർമ്മമില്ലാത്തതാണ് അകർമ്മകം. അതിനൊരു ഉദാഹരണം നോക്കാം. അർത്ഥം പൂർത്തിയാക്കാൻ കർമ്മപദം ആവശ്യമില്ലാത്ത ക്രിയയാണ് അകർമ്മകം. അതിനുദാഹരണം രാമു ഉറങ്ങി. രാമു ഉറങ്ങി. നോക്കിക്കേ, ഇവിടെ ഉറങ്ങി എന്നുള്ളതാണ് ക്രിയാപദം അല്ലെ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഉറങ്ങി എന്നത് ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം ഉറങ്ങി. ഈ ഉറങ്ങി എന്ന പ്രവൃത്തി ചെയ്തത് ആരാണോ അതാണ് കർത്താവ്. അപ്പൊ ഇവിടെ കർത്താവ് ആരാണ്? രാമു. രാമു ഉറങ്ങി. അപ്പോ ഇവിടെ എവിടെ ഉറങ്ങിയെന്ന് പറയുന്നില്ല, രാമു ഉറങ്ങിയെന്നേ പറയുന്നുള്ളൂ. ഇവിടെ കർമ്മപദം ഇല്ല. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ക്രിയ എന്താണെന്ന് പഠിച്ചു. പിന്നെ സകർമ്മകവും അകർമ്മകവും പഠിച്ചു. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഒരു വ്യാകരണം പഠിക്കാം. ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ.